മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറ പഞ്ചായത്തിൽ LDFന് ഭരണം നഷ്ടമായിരിക്കുന്നു. അവിശ്വാസ പ്രമേയത്തിൽ LDF അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ നുസൈബ സുധീർ UDFനെ പിന്തുണച്ചതോടുകൂടിയാണ് ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നത്. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മണ്ഡലമായിരുന്ന നിലമ്പൂരിലെ ആദ്യത്തെ ഭരണമാറ്റം കൂടിയാണ് ഇത്. കേരളത്തിലെ പിണറായിസത്തെ എന്ത് വില കൊടുത്തും തകർക്കുമെന്ന് ഉച്ചൈസ്ഥിര്യം ഉദ്ഘോഷിച്ച ഒരു രാഷ്ട്രീയ നേതാവിന് കിട്ടുന്ന ആദ്യ വിജയം. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുൻപ് ചുങ്കത്തറ പഞ്ചായത്തിൽ UDFന്റെയും LDFന്റെയും പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. സംഘർഷത്തിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഇതിനിടെ PV അൻവർ MLAയെ കടയിൽ പൂട്ടിയിട്ടു. പിന്നീട് കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്തും ഉൾപ്പെടെയുള്ളവർ എത്തിയാണ് ഷട്ടർ തുറന്നുകൊടുത്ത് PV അൻവറിനെ മാറ്റിയത്. UDF അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തിന് മുൻപായി CPM പ്രവർത്തകർ പഞ്ചായത്തിന് മുന്നിലൂടെ പ്രകടനവുമായി രംഗത്തെത്തി. ഇതിന് പിന്നാലെയാണ് സംഘർഷം ഉടലെടുത്തത്. ഇരു വിഭാഗങ്ങളും തമ്മിൽ വലിയ രീതിയിൽ വാക്കേറ്റമുണ്ടായി. ഇത് തടയാൻ ശ്രമിച്ചതോടെയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായതും മുൻ MLA അടക്കം പൂട്ടിയിട്ടതും. പോലീസ് ലാത്തി വീശിയെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോവാനും കൂട്ടാക്കിയില്ല. സംഘർഷത്തെ തുടർന്ന് റോഡ് ഗതാഗതം തന്നെ തടസ്സപ്പെട്ടു. ഇരു വിഭാഗങ്ങളും പരസ്പരം പോരുവിളിക്കുന്നതും കാണാമായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ നുസൈബ സുധീർ എന്ന മെമ്പറെ കാണാനില്ല എന്നുള്ളൊരു പരാതിയുമായി CPM രംഗത്തെത്തിയിരുന്നു. എന്നാൽ UDFന്റെ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി നുസൈബ നിൽക്കുമെന്ന ഒരു അഭ്യൂഹം പരന്നതിനെ തുടർന്ന് CPM എടുത്തിരുന്ന ഒരു മുൻകൂർ ജാമ്യമായിരുന്നു അത്. എന്നാൽ നുസൈബ സുധീറിനെ കാണാതായിട്ടില്ല എന്നാണ് കുടുംബങ്ങൾ തന്നെ അറിയിക്കുന്നത്. ഇത് CPM നൽകിയ ഒരു വ്യാജ പരാതി എന്നുള്ളതും വ്യാപകമായി വാർത്ത വന്നു. വളരെ സംഭവബഹുലമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. ആദ്യം UDFൽ നിന്ന് LDF പിടിച്ചെടുക്കുകയും പിന്നീട് LDFൽ നിന്ന് UDF പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്ത ഒരു പഞ്ചായത്താണ് ചുങ്കത്തറയിലേത്. ഇപ്പോൾ UDFന്റെ കക്ഷിനില 10ഉം അൻവറിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരാളുടെ പിന്തുണയോടുകൂടി 9-നെതിരെ 11 വോട്ടുകൾക്കാണ് ഈ അവിശ്വാസം പാസ്സായിരിക്കുന്നത്. ജനാധിപത്യത്തെ അട്ടിമറിച്ച് ചാക്കിൽ പിടിച്ച് പുറമെ നിന്ന് ഗുണ്ടകളെ കൊണ്ടുവന്ന് ഒരു ടൂറിസ്റ്റ് ബസ് ഈ ആര്യാടൻ മുഹമ്മദ് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു ഇവിടെ. ആ കോൺഗ്രസിന്റെ അൻവറാണ് കൈകാര്യം ചെയ്യുന്നത്. രാഷ്ട്രീയത്തെ അന്തസ് UDF മറുപടി പറയണം. ഇന്നത്തെ ഇവിടെ UDFന്റെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് അൻവർ. അല്ല, ഇവിടെ ചുങ്കത്രയിൽ UDFന്റെ ആളുകളുണ്ടല്ലോ, എടവണ്ണ കൊട്ടേഷൻ കൊണ്ടുവരുന്ന ആളുകള്. അൻവറിന്റെ കൊട്ടേഷൻ ഇവിടെ ചെലവാകൂല, അത് എടവണ്ണ ചെലവാകും. കുഞ്ഞാലിയുടെ പ്രസ്ഥാനാണിത്. ഞങ്ങൾ ആത്മസംയമനത്തിന്റെ അവസാനത്തെ ഘടികയിൽ പാലിച്ചിരിക്കുകയാണ്. അൻവറും കോൺഗ്രസും അതൊരു ദൗർബല്യമായിട്ട് കാണാനില്ല. അതൊരു ദൗർബല്യമായിട്ട് അൻവറും കോൺഗ്രസും കാണേണ്ടതില്ല. ഞങ്ങൾ ക്ഷമയുടെ അങ്ങൻ PV അൻവറിന്റെ നേതൃത്വത്തിൽ വിധേയപ്പെട്ട് UDFന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ്. PV അൻവർ വിഴുങ്ങിയിട്ടുണ്ട് നിലമ്പൂരിലെ UDFനെ. മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഞങ്ങൾ വരെ സമാധാനപരമായിട്ടാണ് ഈ അവിശ്വാസ പ്രമേയത്തെ നേരിടാൻ തീരുമാനിച്ചത്. ഞങ്ങളൊരു പ്രകോപനം ഉണ്ടാക്കിയില്ല. രാവിലെ 6:30 മണി മുതൽ PV അൻവറിന്റെ ഗുണ്ടകൾ, ആ ഗുണ്ടകൾ എന്ന് പറയുന്നത് നിലമ്പൂർ മണ്ഡലത്തിലുള്ള ആളുകളല്ല, അത് അയർനാട് മണ്ഡലത്തിലുള്ള ആളുകളാണ്. അവർ പ്രത്യേക ടീഷർട്ട് ഇട്ടിട്ട് ഇവിടെ പ്രകോപനം ഉണ്ടാക്കുകയുണ്ടായത്. ആ പ്രകോപനം ഞങ്ങളെല്ലാം ഉണ്ടാക്കിയത് അൻവറിന്റെ ടീമാണ്, അൻവറിന്റെ ഗുണ്ടകളാണ്. അൻവർ പുറത്തിറങ്ങിയ ഗുണ്ടകളാണ് ഇവിടെ പ്രകോപനം ഉണ്ടാക്കിയത്. അതിന്റെ ഭാഗമുണ്ടായ വിഷയങ്ങൾ മാത്രം. ഞങ്ങൾ ഒരു കാരണവശാലും ഈ അവിശ്വാസ പ്രമേയത്തെ ജനാധിപത്യപരമായി നേടാൻ ഞങ്ങൾ തീരുമാനിച്ച് ഇതുവരെ ഞങ്ങൾ അങ്ങനെ നടത്തി പോകുന്നത്. അപ്പൊ ഇതിലൊന്ന് മനസ്സിലാക്കേണ്ടത് PV അൻവറാണ് മനസ്സിലാക്കേണ്ടത്. CPMനെ സംബന്ധിച്ച് PV അൻവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പൊ കുറച്ചൊക്കെ മനസ്സിലാക്കി കാണും. ഇനി മനസ്സിലാക്കാൻ പോകുന്നത് അൻവർ എന്ന് പറയുന്നത്, UDF എന്ന് പറയുന്നത് അൻവറിന്റെ വാലാട്ടികളായിട്ട് നിലമ്പൂരിലെ UDF മാറിയിട്ടുണ്ട് എന്ന് കൂടി പറയാണ്. ഇത് ഇവിടെ VS ജോയി ഇല്ല, ആര്യാടൻ ഷൗക്കത്തും ഇല്ല, ഒരാളുമില്ല കോൺഗ്രസ്.
Gracias.